അപ്പോൾ കോഴിക്കോട്ട് നിന്ന് തന്നെയാണ്. കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ മതിയായ ജീവനക്കാരില്ലാതെ ലഹരിമുക്തി കേന്ദ്രം വിമുക്തി. സൈക്കോളജിസ്റ്റ്, നഴ്സിംഗ് ജീവനക്കാർ, സെക്യൂരിറ്റി ജീവനക്കാർ എന്നിവരില്ലാത്തതിനാൽ കിടപ്പ് രോഗികൾ ഉൾപ്പെടെ പ്രതിസന്ധിയിലാണ്. 7 കരാർ ജീവനക്കാരുടെ കരാർ നീട്ടി നൽകിയിട്ടുമില്ല. ഉണ്ണിസാർ, നമുക്കൊപ്പം VS രഞ്ജിത്ത് ഉണ്ട്. രഞ്ജിത്ത്, കരാർ നീട്ടി നൽകുന്നില്ല, പ്രവർത്തനം പൂർണ്ണമായും താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയാണോ? തീർച്ചയായിട്ടും ഈ വിമുക്തി എന്ന് പറയുന്നത് എക്സൈസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും ഒരു സംയുക്ത സംരംഭമാണ്. ഈ ലഹരിക്ക് അടിമപ്പെട്ട മനുഷ്യരെ ലഹരി മുക്തിയിലേക്ക് നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ കേന്ദ്രം കൂടിയാണ്. അവിടെ കിടപ്പ് രോഗികളുണ്ട്, എല്ലാ ദിവസവും OP-യിൽ വന്നു പോകുന്ന രോഗികളുണ്ട്. ഈ രോഗികളെ പരിചരിക്കാനുള്ള ഒരു സൈക്കോളജിസ്റ്റ്, ഇപ്പോഴുള്ളത് അവിടെ ഒരു സൈക്കാട്രിസ്റ്റ് മാത്രമാണ്. ഒരു സൈക്കോളജിസ്റ്റിന്റെ കുറവുണ്ട്, 2 സ്റ്റാഫ് നഴ്സുമാരുടെ കുറവുണ്ട്, 3 സെക്യൂരിറ്റി ജീവനക്കാരുടെ കുറവുണ്ട്, ഒരു ക്ലീനിങ് സ്റ്റാഫിന്റെ കുറവുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് അവിടുത്തെ നഴ്സിംഗ് സ്റ്റാഫും സൈക്കോളജിസ്റ്റും തന്നെയാണ്. കാരണം അവിടെ സൈക്കോളജിസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ ജോലിയുള്ളത്. കാരണം ഈ ലഹരി മുക്തി കേന്ദ്രത്തിൽ മറ്റൊന്ന് അവിടെ നഴ്സിംഗ് സ്റ്റാഫുകൾ, ഒരു സ്ഥിരം നഴ്സിംഗ് സ്റ്റാഫ് കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ നിന്ന് അങ്ങോട്ട് ഡെപ്യൂട്ടേഷനിൽ എത്തിയിട്ടുണ്ട്. മറ്റ് 2 പേരും കരാറിലെത്തേണ്ടവരാണ്. ആ 2 പേരുടെയും കരാർ നീട്ടി നൽകിയിട്ടില്ല. അതുപോലെ തന്നെ 3 സെക്യൂരിറ്റി ജീവനക്കാർ, അവിടെ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് സ്വമേധയാ അവിടെ വന്നവരായിരിക്കില്ല, ബന്ധുക്കളൊക്കെ നിർബന്ധിച്ച് ലഹരി മുക്തി കേന്ദ്രത്തിൽ എത്തിച്ചവരായിരിക്കും. അപ്പോൾ അവരൊക്കെ ഇറങ്ങിപ്പോകാനുള്ള സാധ്യത പോലും ഉള്ള ഒരു ലഹരി മുക്തി കേന്ദ്രത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരില്ലാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരില്ല, നഴ്സിംഗ് സ്റ്റാഫ് ഇല്ല, സൈക്കോളജിസ്റ്റ് ഇല്ല, ക്ലീനിങ് സ്റ്റാഫ് ഇല്ല. ഇവർ 7 പേരും കരാറുകാരാണെങ്കിലും ഈ കരാറുകാരുടെ കരാർ നീട്ടി നൽകുകയോ പകരം ആളുകളെ നിയമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. 4-5 ദിവസമായി ഇതാണ് അവിടുത്തെ സ്ഥിതി. ഇന്ന് തൽക്കാലം NHM-ൽ നിന്ന് ഒരു നഴ്സിനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതുപോലും താൽക്കാലികമായി കൊണ്ടുവന്നതാണ്. സ്ഥിരമായി പരിഹരിക്കണമെങ്കിൽ ഒന്നുകിൽ പുതുതായി കരാർ നിയമനം നടത്തണം, അല്ലെങ്കിൽ നിലവിലുള്ളവരുടെ കരാർ നീട്ടിക്കൊടുക്കണം. ഇത് വളരെ ഗുരുതരമായ അനാസ്ഥയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുള്ളത്. DMO ആണ് ഈ കരാർ നീട്ടി നൽകേണ്ടത്. ഓക്കെ രഞ്ജിത്ത്.